ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായമായ രാജയോഗത്തിലെ 26 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 27-ാമത്തെ ശ്ലോകം നോക്കാം. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ്വ മദർപ്പണം. കൗന്ദേയ, ഹേ കുന്തിപുത്ര, യത് കരോഷി, നീ യാതൊന്ന് ചെയ്യുന്നുവോ, യത് അശ്നാസി, യാതൊന്ന് ഭക്ഷിക്കുന്നുവോ, യത് ജുഹോഷി, യാതൊന്ന് ഹോമിക്കുന്നുവോ, യത് ദദാസി, യാതൊന്ന് ദാനം ചെയ്യുന്നുവോ, യത് തപസ്യസി, യാതൊരു തപസ് ചെയ്യുന്നുവോ, തത്, അതെല്ലാം മദർപ്പണം കുരു, എന്നിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഹേ കുന്തിപുത്രനായ അർജുന, നീ യാതൊന്ന് ചെയ്യുന്നുവോ, യാതൊന്ന് ഭക്ഷിക്കുന്നുവോ, യാതൊന്ന് ഹോമിക്കുന്നുവോ, അതായത് പൂജകൾ ചെയ്യുന്നുവോ, യാതൊന്ന് ദാനം ചെയ്യുന്നുവോ, യാതൊരു തപസ് ചെയ്യുന്നുവോ, അതെല്ലാം എന്നിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഭഗവത് പ്രീതിക്കായി പ്രത്യേകം ഒരു കർമ്മവും അനുഷ്ഠിക്കേണ്ടതില്ല. നാം ചെയ്യുന്ന, നിത്യേന ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഈശ്വര ആരാധനയായി സങ്കല്പിച്ച് ഭഗവാനിൽ അർപ്പിക്കുക. അതാണ് ഏറ്റവും വലിയ ഈശ്വര പൂജ. ഏത് കാര്യം ചെയ്യുമ്പോഴും ഭഗവത് സ്മരണയോടുകൂടി ചെയ്യുക, ഈശ്വരാർപ്പണമായി ചെയ്യുക. അതുതന്നെയാണ് ഈശ്വര പൂജ. അപ്രകാരം ഈശ്വരപൂജയായി കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ആ കർമ്മങ്ങളും ഈശ്വരൻ സ്വീകാര്യമായവ ആയിരിക്കണം, ഈശ്വരന് നൽകാവുന്നവയായിരിക്കണം, ഈശ്വരന് സമർപ്പിക്കാവുന്ന കർമ്മങ്ങളെ ചെയ്യാവൂ. അതായത് ശുദ്ധമായിരിക്കണം. ഈശ്വരൻ സ്വീകാര്യമായ കർമ്മങ്ങളിൽ മാത്രമേ അപ്പോൾ നമ്മൾ ഏർപ്പെടുകയുള്ളൂ. അശുദ്ധ കർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. അവ നമുക്കൊരിക്കലും ഈശ്വരനെ അർപ്പിക്കാൻ സാധ്യമല്ല. അത്തരത്തിൽ സകല കർമ്മങ്ങളും ശുദ്ധകർമ്മങ്ങളാക്കി ഭഗവത് പൂജയാക്കി ഭഗവത് പാദങ്ങളിൽ അർപ്പിക്കുന്ന ശുദ്ധ ഭക്തർ പ്രത്യേകിച്ച് മറ്റു സാധനങ്ങളൊന്നും അനുഷ്ഠിച്ചില്ലെങ്കിലും, യജ്ഞകർമ്മങ്ങളൊന്നും അനുഷ്ഠിച്ചില്ലെങ്കിലും ഈശ്വര കൃപയ്ക്ക് പാത്രമാകും. ഭക്ഷിക്കുന്നതെല്ലാം ഭഗവത് പ്രസാദമായി ഭക്ഷിക്കുക. അതായത് ഭഗവാൻ അർപ്പിച്ചതിന് ശേഷം പ്രസാദമായി ഭക്ഷിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പ്രാർത്ഥന ചൊല്ലുന്നത്. ആ പ്രാർത്ഥന ചൊല്ലുന്നത് വഴി ആ ഭക്ഷണം ഭഗവാൻ അർപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പ്രസാദമായിട്ടാണത് കഴിക്കുന്നത്. ദാനം ചെയ്യുന്നതെല്ലാം ഭഗവത് അർപ്പണമായി ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നു എന്ന ഭാവമല്ല, അത് ഈശ്വരൻ അർപ്പിക്കുന്നു എന്ന ഭാവത്തിൽ ദാനം ചെയ്യണം. വിശക്കുന്നവന് ഭക്ഷണം, വസ്ത്രമില്ലാത്തവന് വസ്ത്രം, ഇതെല്ലാം ഭഗവാന് അർപ്പിക്കുന്നതായി സങ്കല്പിച്ച് ചെയ്യണം, ഭഗവത് അർപ്പണമായി ചെയ്യുക. അതാണ് മാനവസേവ, മാധവസേവ എന്ന് പറയുന്നത്. മാനവനെ സേവിക്കുന്നത് തന്നെയാണ് മാധവസേവ. ദാനം സ്വീകരിക്കുന്ന വ്യക്തിയിൽ ഈശ്വരനെ ദർശിക്കുക. തപസ് എന്ന് പറയുമ്പോൾ നിശ്ചലമായി ഏകാന്തതയിൽ ഒരിടത്തിരിക്കുക എന്നത് മാത്രമല്ല, അങ്ങനെയും തപസ് ചെയ്യാം. ഏതൊരു പ്രവൃത്തിയിലും ബുദ്ധിയും മനസ്സും ഏകാഗ്രമാക്കി വയ്ക്കുന്നത് തപസ്സാണ്. മഹത്തായ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ശാസ്ത്രജ്ഞർ അവർ ചെയ്യുന്നത് ഒരു തരത്തിൽ തപസ്സാണ്. ഏകാഗ്രമായി അവർ ആ ബുദ്ധിയും മനസ്സും തങ്ങൾ ചെയ്യുന്ന ആ കർമ്മങ്ങളിൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ തപസ്സാണ് അവരനുഷ്ഠിക്കുന്നത്. ശ്രദ്ധയോടെ ഒരു യന്ത്രത്തിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന ഒരു എഞ്ചിനീയർ സത്യത്തിൽ തപസ്വിയാണ്.
കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സും ബുദ്ധിയുമെല്ലാം അവിടെ ഏകാഗ്രമാക്കി ആണ് അദ്ദേഹം കർമ്മം ചെയ്യുന്നത്. ഈ തപസ്സുകളെല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക. ഇപ്രകാരം എല്ലാ ചിന്തകളും കർമ്മങ്ങളും പ്രവൃത്തികളുമെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുന്നയാൾക്ക് പിന്നെ മറ്റ് പൂജാദികളൊന്നും ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. സകല കർമ്മങ്ങളും ഈശ്വരപൂജയായി സമർപ്പിക്കുക. അതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.